അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ശ്രീരാമൻ ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരണവും ജമാഅത്തായുള്ള മഗ്രിബ് നമസ്കാരവും സംഘടിപ്പിച്ചു. ഗുരുവായൂർ രാമരാമ പാഹിമ രാമഭക്ത സംഗമത്തിലാണ് ശ്രദ്ധേയമായ പരിപാടി നടന്നത്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസിന്റെയും സായി സഞ്ജീവനി ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഗുരുവായൂർ ടൗൺ ഹാളിൽ രാമഭക്ത സംഗമ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചത്. ശ്രീരാമൻ ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് കോഴിക്കോട് ചാപ്റ്റർ മിഷണറിയും സത്യദൂതൻ മാസികയുടെ ചീഫ് എഡിറ്ററുമായ CP സുൽത്താൻ നസീർ പ്രബന്ധം അവതരിപ്പിച്ചു. ലോകത്തിലെ എല്ലാ പ്രവാചകന്മാരെയും ആദരിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാണെന്നും ഭാരതീയർ ആദരവോടെ കാണുന്ന ശ്രീരാമന്റെ ചരിത്രത്തെയും അധ്യാപനങ്ങളെയും തള്ളിക്കളയാനാകില്ലെന്നും അദ്ദേഹം പ്രബന്ധത്തിൽ വിശദീകരിച്ചു. ശ്രീരാമചന്ദ്രന്റെ ജീവിതം സ്നേഹവും കരുണയും അനുകമ്പയും ത്യാഗവും ധർമ്മനിഷ്ഠയുമായി. കാരണം ശ്രീരാമചന്ദ്രന്റെ രാജ്യത്തെ കുറിച്ച് പറയുന്നത് അയോധ്യ എന്നാണ്. അയോധ്യ എന്ന വാക്കിന്റെ അർത്ഥം യുദ്ധങ്ങളില്ലാത്ത ഭൂമി, യുദ്ധങ്ങളില്ലാത്ത നാട് എന്നാണ് ഒരു ഭാഷാ പണ്ഡിതൻ എനിക്ക് പറഞ്ഞു നൽകിയത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ അദ്ദേഹം തന്റെ നിയോഗലക്ഷ്യം ജനങ്ങളോട് പറഞ്ഞപ്പോൾ അന്നത്തെ പണ്ഡിതന്മാരും യഹൂദരും യേശുവിനോട് ചോദിച്ചു, നീ യഹൂദർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട രാജാവാണെങ്കിൽ നിന്റെ കിരീടമില്ല. അവർക്ക് ആ മഹാത്മാവ് നൽകിയ ഉറപ്പടി എന്റെ ഭരണം അത് ആകാശീയമാണ് എന്നുള്ളതാണ്. പരസ്പര ധാരണയും മതസൗഹാർദ്ദവും വളർത്തുകയാണ് ഇത്തരം സംവാദങ്ങളുടെ ലക്ഷ്യമെന്ന് സംഘാടകർ അറിയിച്ചു. സെമിനാറിനോടനുബന്ധിച്ച് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രതിനിധികൾ ഗുരുവായൂർ ടൗൺ ഹാളിൽ മഗ്രിബ് നമസ്കാരം നിർവഹിച്ചതും ശ്രദ്ധേയമായി. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ ജമാഅത്ത് പ്രതിനിധികളാണ് ചടങ്ങിൽ പങ്കെടുത്തത്.